ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. dy1/dx മൈനസ് sin x the whole square y1 equal to 0, dy2/dx dy3/dx minus 2 minus x cube by x cube into y3 is equal to 0. എന്നിട്ട് y1 y2 y3 എല്ലാം കണ്ടുപിടിക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, ലിമിറ്റിന്റെ കൺസെപ്റ്റും വരുന്നുണ്ട്. നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് തന്നിരിക്കുന്നതിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് dy1/y1 is equal to dx by sin square x. Am I correct? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, dx by sin square x. ശരിയാണോ? ഇത് റൈറ്റിലേക്ക് കൊണ്ടുവന്നല്ല, sin square x ന്യൂമറേറ്ററി തന്നെയല്ലേ. ഈക്വൽ ടു sin square x dx. ഇത് റൈറ്റിലേക്ക് കൊണ്ടുപോയി y1 താഴേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ dy2/y2 ഈക്വൽ ടു റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ cos square x dx. നെക്സ്റ്റ് dy3/y3 ഈക്വൽ ടു 2 മൈനസ് എക്സ് ക്യൂബ്. അത് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ 2/x ക്യൂബ് മൈനസ് 1 ഇൻറ്റു dx. ഓക്കെ, ഇത് ഇന്റഗ്രേഷൻ നടത്തുന്നതിന് മുൻപ് ഇതെല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡിങ് ഈച്ച് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 കിട്ടും. അപ്പോൾ dy1/y1 പ്ലസ് dy2/y2 പ്ലസ് dy3/y3 ഈക്വൽ ടു ആഡിങ് ദീസ് ടു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1, ഈ മൈനസ് 1 കട്ടായി പോകും. അപ്പോൾ റൈറ്റ് സൈഡ് വളരെ എളുപ്പമായി 2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 3 dx. Integrate both sides. Log y1 plus log y2 plus log y3. This is not y3, it is y3. Log y1 plus log y2 plus log y3 is equal to x raised to minus 3. It integral x raised to minus 2 by minus 2, it is cancelled, minus 1/x square plus c. അല്ലേ? x raised to minus 2 by minus 2, 2 cancel. അപ്പോൾ x raised to minus 2 1/x square എന്നിട്ടു. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ log y1 into y2 into y3 to the base e minus 1/x square plus c. So y1 into y2 into y3 is equal to e raised to minus 1/x square plus c. Okay. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാട്ടോ. നമുക്ക് നോക്കാം, ഏതാ എളുപ്പം നോക്കാം. ഈ കണ്ടീഷൻസ് നോക്കൂ. എക്സിന് 1 കൊടുക്കുമ്പോൾ y1 5. സോ log 5 into y2 1/3, y3 3/5e is equal to എക്സിന് വരുന്നത് minus 1/1 പ്ലസ് സി. അല്ലെ? എക്സിന് 1 കൊടുക്കുമ്പോൾ y1 y2 y3 സെയിം വാല്യൂസ് വരും. അപ്പൊ ഇതിനകത്ത് 3 3 5 5 കട്ട് ചെയ്ത് പോയി log 1/e to the base e വരും. log 1/e to the base e, അതായത് log e raised to minus 1 ഇടും. അപ്പോൾ
മൈനസ് 1 എന്ന് കിട്ടി. സി ഈക്വൽ ടു -1 പ്ലസ് സി, ദാറ്റ് ഇംപ്ലൈസ് സി ഈക്വൽ ടു 0. സി 0 ആയിപ്പോയി. അപ്പൊ പിന്നെ അവിടെ സിയുടെ ആവശ്യമില്ല. സോ അവർ ഇക്വേഷൻ ഈസ് y1 ഇൻറ്റു y2 ഇൻറ്റു y3 ഈക്വൽ ടു e റൈസ് ടു -1/x². ഓക്കെ, സിക്ക് ഇവിടെ 0 കൊടുത്തു, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഇവിടം വരെ കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് y1 ഇൻറ്റു y2 ഇൻറ്റു y3, അതിന്റെ ആൻസർ ആണ് e റൈസ് ടു -1/x² പ്ലസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ e റൈസ് ടു 3x ഇൻറ്റു sin. സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് x ടെൻസ് ടു 0 പ്ലസ് e റൈസ് ടു -1/x² ബൈ e റൈസ് ടു 3x ഇൻറ്റു sin x പ്ലസ് 2x ബൈ e റൈസ് ടു 3x ഇൻറ്റു sin x. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ സെക്കൻഡ് ടേം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം x ബൈ sin x 1 വരും. ദിസ് ടൈം x ബൈ sin x 1 ആയിപ്പോയി, ലിമിറ്റ് x ടു 0. ഇവിടെ x ന് 0 കൊടുത്തു കഴിഞ്ഞാൽ e റൈസ് ടു 0 1 കിട്ടി. അപ്പൊ 2 ഡിവൈഡ് ബൈ 1. അപ്പൊ ഇതിന്റെ ആൻസർ 2 കിട്ടി. ഈ ടൈം ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ലിമിറ്റ് x ടെൻസ് ടു 0 e റൈസ് ടു -1/x² ബൈ e റൈസ് ടു 3x ഇൻറ്റു x എന്ന് കിട്ടും. മറ്റൊന്നുമില്ല, ഒരു ബൈ എക്സ് ചെയ്തു, ഒരു ഇൻറ്റു എക്സ് ചെയ്തു. അപ്പൊ ഇത് 1 ആയി പോകുമല്ലോ. അപ്പൊ അത് ഇൻറ്റു എക്സ്, ബൈ എക്സ് ചെയ്തു, ഇൻറ്റു എക്സ് ചെയ്തു, 1 ആണ്. 0 പ്ലസ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1/0 ഇൻഫിനിറ്റി. അപ്പോൾ 1/e റൈസ് ടു ഇൻഫിനിറ്റി, അത് 0 വരും, താഴെ വരും. 0/0 ഫോം കിട്ടും. വേണമെങ്കിൽ നമുക്ക് LH റൂൾ അപ്ലൈ ചെയ്യാം. 0/0 ഫോം കിട്ടുന്നു, LH റൂൾ അപ്ലൈ ചെയ്യാം. e റൈസ് ടു ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് e റൈസ് ടു -1/x² ബൈ x is equal to ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് 1 divided by e raised to 1/x² into x. A raised to -m is 1 by a raised to. This become limit x tends to 0, 1 by x. This become 1 by x by e raised to 1/x². When x tends to 0, 1/0 is infinity, e raised to infinity is infinity, which is in infinity by infinity form. Infinity by infinity form. If you put t is equal to 1 by x, t is equal to 1 by x, then it become limit t tends to infinity, t tends to infinity, t by e raised to t square, t by e raised to t square, which is again infinity by infinity form. Then apply LH rule, limit t tends to infinity, 1 divided by e raised to t square into 2t, e raised to t square into 2t. When t tends to infinity, 1 by infinity, this become 0. So the first term becomes 0. 0 plus this become 2. 0 plus 2, answer become 2. Answer become 2. Second term വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് 2 കിട്ടി. ഫസ്റ്റ് ടേമിൽ കുറച്ച് കൺഫ്യൂഷൻ വരിക. അപ്പൊ ഞാനിത് sin x ഒരു x1 ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ദിസ് ക്വാണ്ടിറ്റി 1 ആയി. പിന്നെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതും 1 ആയിരുന്നു. അപ്പോൾ 1 into x, e raised to -1/x² by x വരും. Then a raised to -m എന്ന് പറഞ്ഞാൽ 1 by a raised to m ആക്കി. 1 by x മുകളിലേക്ക് വന്നു. 1 by x ന് പകരം t കൊടുക്കുന്നു. ശരിയല്ലേ?
When t tends to infinity, this become 1 by infinity. Answer is 0. Next question. Statistics എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Suppose that sum of the frequencies is 19. Median of the frequency distribution is 6. For the given frequency distribution, let alpha denote the mean deviation about the mean and beta denote the mean deviation about the median and sigma square denote the variance. Match the following. മീഡിയൻ ആണ് ഇവിടെ മീഡിയൻ അവർ തന്നിട്ടുണ്ട് 6. അപ്പോൾ തന്നെ നമുക്കതൊരു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണമല്ലോ. ഞാൻ അതിനെ ഒരു ഇൻക്രീസിങ് ഓർഡറിലേക്ക് മാറ്റുന്നു. See, xi, fi ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 4, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 5, 4 കഴിഞ്ഞാൽ പിന്നെ 5 വരുന്നുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി f1, 5 കഴിഞ്ഞാൽ 8 ആണ് വരുന്നത്. ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി കഴിയുമ്പോൾ നെക്സ്റ്റ് 6, 6ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി 1, 6 കഴിഞ്ഞാൽ 8, 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി f2, 8 കഴിഞ്ഞാൽ പിന്നെ 9, 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി 2, 9 കഴിഞ്ഞാൽ 11, 11ന് കറസ്പോണ്ടിങ് ആയിട്ട് 3, then 12, 12ന് കറസ്പോണ്ടിങ് ആയിട്ട് 1. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 5, 5 പ്ലസ് f1, 6 പ്ലസ് f1 ഇങ്ങനെ പോകുന്നു. ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് 6 ആണ്. മീഡിയൻ 6. സം ഓഫ് ഫ്രീക്വൻസീസ് 19 ആണ്. സം ഓഫ് ഫ്രീക്വൻസീസ് 19. സം ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 5 പ്ലസ് 1 6, 6 പ്ലസ് 2 8, 8 പ്ലസ് 4 10, 10 plus f1 plus f2 is equal to 19. So f1 plus f2 is equal to 9. 5. So 5 plus 5, sorry, 12. So this becomes 7. 7. 5 plus 5, 10, 10 plus 2, 12. 7. മീഡിയൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ 6 ആണ് പറയുന്നത്, 19 ആണ് സമ്മ്. സോ മീഡിയൻ എന്ന് പറയുന്നത് n ഈസ് ഈവൻ, സോറി ഓഡ്. സോ n പ്ലസ് 1/2th ഒബ്സർവേഷൻ. n പ്ലസ് 1/2th ഒബ്സർവേഷൻ മീൻസ് 10th ഒബ്സർവേഷൻ. 10th ഒബ്സർവേഷൻ ആണ് വരുന്നത്. ഇതാണ് മീഡിയൻ ക്ലാസ് വരുന്നത്. 6 is the median. So we write 6 plus f1 is equal to 10, f1 is equal to 4, f1 is equal to 4 ഇവിടെ കൊടുത്താൽ f2 is equal to 3. അപ്പോൾ f1 4, f2 3 കിട്ടി. f1 4, f2 3 കിട്ടിക്കഴിഞ്ഞാൽ f1 is 4. f1 is 4. 4 into 7, 28 plus 9 into 3, 27. 9 into 3, f2 is 3, 27. 28 plus 27, 55. P goes to 5. P goes to 5. ഈ ഓപ്ഷൻ തെറ്റ്. P goes to 5. Then ഇപ്പൊ ഈ ഡാറ്റ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം.
F1 4 കിട്ടി, 4. അപ്പൊ 4 വരുമ്പോ ഇത് ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടി? 9 കിട്ടി അല്ലെ? 5 plus 4 9, 9 plus 1 10, 10 plus F2 3, 13, 13 plus 2 15, 15 plus 2 17, 17 plus 1 19. ഇനി for the given frequency distribution, alpha denote the mean deviation about the mean. ആൽഫ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ആണ്. ഇതായിരിക്കും മീൻ വരിക. നെക്സ്റ്റ് കോളം XI FI, സിഗ്മ XI FI എന്ത് കിട്ടും? XI FI 20, 45, 60, not to 45. F1 F2 വാല്യൂ കൊടുത്തേക്കാം നമുക്ക്. F1 become, F1 is 4, F2 is 3, F1 4, F2 3. അപ്പോൾ 20, 6 into 1, 6 into 1, 6, 8 into 3, 24, 9 into 2, 18, 11 into 3, 33, 12 into 1, 12. What is sigma XI FI? Sigma XI FI is what? 20, 20, 40, 46, 46 plus 4, 50, 50 plus 20, 70, 70 plus 30, 100, 133. Am I correct? 46, 46 plus 4, 50, 50 plus 20, 70, 70 plus 30, 100, 133. Sigma XI FI 133. So alpha is mean. Mean is equal to sigma XI FI by 19. Sigma XI FI by 19. X bar is equal to 133 by 19. 19 into 7. 7. So X bar അല്ല, ഇവിടെ അവർ വിളിച്ചിരിക്കുന്ന X bar is 7. Alpha denotes the mean deviation about the mean. Mean deviation about the mean. That is Fi into mod Xi minus 7. Mean deviation about the mean. Mean is X bar. See, Xi minus 7. Xi minus 7 means 4 minus 7 minus 3. Modulus is 3. 3 into 5, 15. Next, 5 minus 7, 2. 2 into 4, 8. 6 minus 7, 1. 8 minus 7, 1 into 3, 3. 9 minus 7, 2. 2 into 2, 4. 11 minus 7, 11 minus 7, 4. 4 into 3, 12. 12 minus 7, 5. 5 into 1, 5. Sum of this 20, 12 plus 8, 20, 20 plus 20, 40, 40 plus 8, 48. Am I correct? 48. Fi into mod Xi minus 7, 48. So alpha is equal to what? Alpha is equal to sigma Fi into mod Xi minus 7 by number of observation. That is 9. Sum of the frequency 90. That is 48 by 19.
48 by 19 alpha. So 19 alpha is equal to 48. 19 alpha is equal to 48. Q goes to 48. P goes to 55. So Q goes to 3. So second option is cancelled. A or C. Then next we find beta. What is beta? Beta denotes mean deviation about the median, and sigma square is the variance. Sigma square is the variance. വേരിയൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം അല്ലേ? സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ. മീഡിയൻ അവർ തന്നിട്ടുണ്ട്. Beta denote the mean deviation about the median and sigma square denote variance. ഇപ്പൊ രണ്ട് ഓപ്ഷനിലാണ് നിൽക്കുന്നത് നമ്മൾ, എ അല്ലെങ്കിൽ സി. സിഗ്മ സ്ക്വയർ ഡിനോട്ട്സ് വേരിയൻസ്. സിഗ്മ എഫ് ഐ എക്സ് ഐ മൈനസ് 7 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമുക്ക് സിഗ്മ സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എഫ് ഐ ഇൻറ്റു mod xi minus 7 the whole square. fi into xi minus 7 the whole square. See, xi minus 7 the whole square. അപ്പോൾ xi minus 7 കിട്ടിയത് 4 minus 7 അതിന്റെ സ്ക്വയർ എടുക്കും. 4 minus 7 ഒരു ഗോളോടെ വരയ്ക്കാമായിരുന്നു സാറില്ല. 4 minus 7 minus 3 square 9. So into 4 36 square 5 minus 7 2 square 4. Sorry. Xi 4 minus 7 minus 3 square 9. 9 into 5 45. Next 4 into 4 16. Next 1. Next 8 minus 7 1. 1 into 3 3. 9 minus 7 4. 9 minus 7 2. 2 square 4. 4 into 3 12. 9 minus 11 that is 4. Sorry, 11 minus 7. 11 minus 7 is 4. 4 square 16. 16 into 3 48. Then കുറച്ച് കാൽക്കുലേഷൻ സമയം എടുക്കും. xi minus 7. 12 minus 7 5. 25. That's product 25. Add this. That is 45 plus 25, 45 plus 25, 50, 50 plus 20, 70, 70, 70 plus 60, 130, 130, 130 plus 130 plus 19, 149. So sigma square is equal to 149 by 19. Sigma fi into xi minus 7 the whole square by 19. 19 into sigma x square is 149. 149 ഇല്ല, 146 and 145 ഉള്ളല്ലോ. 145ഉം 146ഉം ആണുള്ളത്. അവിടെ കറക്ഷൻ വന്നു, ചെക്ക് ചെയ്യാവുന്നവിടെ. സോറി 149 അല്ല, ആഡ് ചെയ്ത് നോക്കാം. 45 plus 25, 40, 50,
40 plus 20, 70, 70, 60. This becomes 60. 130, 130, 130, 130 plus 140 ആണ് ഇവിടെ വരുന്നത് അല്ലേ. 130 plus 20 വരുന്നു. എവിടെയോ കാൽക്കുലേഷനിൽ തെറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കാം. നമുക്ക് xi മൈനസ് 7, xi മൈനസ് 7 എന്ന് പറയുമ്പോൾ 4 മൈനസ് 7 3 വരും. 3 സ്ക്വയർ 9 വരും. 9 into 5 45. ഓക്കെ. അടുത്തത് 4 വരും. 4 into 4 16. അടുത്തത് 1 വരും. 1 into 1 1. അടുത്തത് ഡിഫറൻസ് 1 വരും. 1 into 3 3. അടുത്തത് 4 വരും. 4 into 2 4 into 2 ആയിരുന്നു ഇവിടെ. ദിസ് ബിക്കം 8. 4 into 2 ആയിരുന്നു 8. 4 into 2 ആയിരുന്നു. ഇവിടെ 7 minus 11 that is 4. 16 into 3 48. അപ്പോൾ 8 അവിടെയാണ് കുറവ് വന്നത്. See, 25 plus 45 is 70. 70. Then this become 20. Then 56. പ്രശ്നമായല്ലോ. ഇല്ല, പ്രശ്നമില്ല. 6 146. S to 1. S to 1. So option C is correct. Option C is correct. P to 5, Q to 3, R to 2, S to 1. Option C is correct. കുറച്ച് കാൽക്കുലേഷൻ വരുന്നു, അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. Option C is correct. Okay. Then next, ഇതും ഫംഗ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ മാട്രിക്സ് മാച്ച് ആണ്. R be the set of all real numbers for the real number x. Greatest integer x denotes the function. Let n denote a natural number. First function നമുക്ക് എടുക്കാം. First function എടുത്തു കഴിഞ്ഞാൽ see the minimum value of n for which the function 10x cube minus 15x square plus 60x plus 35 by n is continuous in the interval 1 to 2. ഇത് കണ്ടിന്യൂസ് ആവണം. അപ്പൊ ഈ ഫംഗ്ഷൻ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എവിടെയാണ് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്? ഇന്റിജർ പോയിന്റിൽ വരുമ്പോൾ. അപ്പൊ അത് ഡിസ്കണ്ടിന്യൂസ് ആകരുത്, അത് കണ്ടിന്യൂസ് ആവണം ഫ്രം 1 to 2. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ മാത്രം ഞാനൊന്ന് എടുക്കുന്നു. 10x cube minus 45x square plus 60x plus 35. ഇതിനെ ഞാനൊരു g of x എന്ന് വിളിച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 30x square minus 90x plus 60. ഇതിനകത്ത് 30 ഔട്ട്സൈഡ് എടുത്താൽ x square minus 3x plus 2. 30 into from this 30 into x minus 2 into x minus 1. So x equal to 1 and 2 are the critical point. First differentiation equal to 0 വരുന്ന critical point ആണ് x equal to 1 x equal to 2. അപ്പൊ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ അകത്ത് 1 2 എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ആൻസർ എന്ത് കിട്ടും? എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഫ്രം 1 to 2 ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇത് കണ്ടിന്യൂസ് ആണ്. 1 and 2 ആണ് ക്രിട്ടിക്കൽ പോയിന്റ് വരിക. 1 2 2വിനേക്കാൾ കയറ്റി കൊടുത്താൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അല്ലെ. 1നും 2നും ഇടയ്ക്ക് വാല്യൂ കൊടുത്താൽ ബിക്കം നെഗറ്റീവ്. എക്സിന് 1 കൊടുക്കുമ്പോൾ 10 plus 60 that is 70. 70 minus 10
60 കിട്ടും. 1 മുതൽ 2 വരെ ഇതൊരു ഡിക്രീസിങ് ഫംഗ്ഷനാണ്. 1 മുതൽ 2 വരെ ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ 1 കൊടുക്കുമ്പോഴായിരിക്കും മാക്സിമം വരിക. 1 കൊടുക്കുമ്പോൾ നമുക്ക് 60 കിട്ടുന്നു. 2 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷനിലാട്ടോ ഞാൻ പറഞ്ഞത്, ഈ ഫംഗ്ഷനിൽ അതായത് g(1) എന്ന് പറയുന്നത് 60 കിട്ടുന്നു. g(2) എന്ത് കിട്ടും? g(2) 2 cube 8, 8 into 10 80 minus 2 square 4, 4 into 45, 4 into 45 180 plus 120 plus 35 അല്ലേ? See, 120 plus 80 that is 200, 200 minus 80 that is 20, 20 plus 35 that is 55. അപ്പോ 2 കൊടുക്കുമ്പോൾ നമുക്ക് 55 കിട്ടും. ഡിക്രീസിങ് ഫംഗ്ഷൻ 2 കൊടുക്കുമ്പോൾ 55. അപ്പൊ ശരിക്കും ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ആൻസർ ഫ്രം 55 to 60. Its range from 1 to 2, it's a decreasing function. Its range from 55 to 60. അപ്പൊ ഇത് എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുന്നത്? ദ മിനിമം വാല്യൂ ഓഫ് n is a natural number. സ്റ്റാർട്ടിങ്ങിൽ പറയുന്നു n is a natural number. n-ന് ഏത് മിനിമം വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇത് കണ്ടിന്യൂസ് ആവുന്നത്. സി n-നിപ്പോ ഞാൻ 1 കൊടുത്തു എന്നിരിക്കട്ടെ. n-ന് 1 കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് 55 വരും, 60 വരും അല്ലേ? 55-നും 60-ക്കും ഇടയ്ക്ക് ഇഷ്ടം പോലെ ഇന്റിജർ പോയിന്റ് ഉണ്ട്. അവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആവും. 2 കൊടുത്താലും 3 കൊടുത്താലും ഒക്കെ അതല്ലേ സംഭവിക്കുന്നത്. ഈവൻ 5 കൊടുത്തു എന്നിരിക്കട്ടെ. when n equal to 5, n-ന് ഞാൻ 5 കൊടുത്തു കഴിഞ്ഞാൽ 5 by 55 11 വരും, 6 by 55 12 വരും അല്ലേ? അപ്പോ 11ഉം 55 n-ന് 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷമുള്ള ഏത് നമ്പർ നമ്മൾ വരുമ്പോഴും 11.9 വരെ നമുക്ക് 11 കിട്ടും. 12 വന്നു കഴിയുമ്പോൾ അവിടെ ഡിസ്കണ്ടിന്യൂസ് ആവും. ഓക്കെ, ശരിക്കും ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് സെയിം ഇന്റിജർ തന്നെ കിട്ടണം. അതാണ് ഉദ്ദേശിക്കുന്നത്. സെയിം ഇന്റിജർ തന്നെ കിട്ടണം. ഇനിയിപ്പോ നമ്മൾ 6 കൊടുത്തു, 7 കൊടുത്തു, 10 കൊടുത്തു, ഇതൊക്കെ കൊടുത്തു നോക്കാം. മിനിമം 6 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയേ. 6 കൊടുത്തു കഴിഞ്ഞാല് ഇത് 10 വരും അല്ലേ? ഇതോ 55 by 6 9 point something അല്ലേ? 9 point something. അപ്പോഴും പ്രശ്നം വരും. കാരണം 9 point something ആണ്, അതിന്റെ ആൻസർ 9 കിട്ടും. 10 വരുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 10 ആയി പോകും. അവിടെ ഡിസ്കണ്ടിന്യൂസ് ആവും. ദെൻ 6, 7, 8 അങ്ങനെ ഓരോന്ന് കൊടുത്തു നോക്കുക. 9 കൊടുത്തു നോക്കിയേ. 9 കൊടുത്തു കഴിഞ്ഞാൽ 55 by 9, 55 by 9 എന്ന് പറയുമ്പോൾ 6 point something കിട്ടും. കോമ 60 by 9 എന്ന് പറഞ്ഞാലും 6 point something കിട്ടും അല്ലേ? അപ്പോ ഇതിനിടയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും ആൻസർ 6 പോയിന്റേ വരുന്നുള്ളൂ. അപ്പോ n is equal to 9. n is equal to 9. ഇപ്പൊ n-ന് 9 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പോയിന്റ് സംതിങ്ങേ വരുന്നുള്ളൂ. 8 വേണമെങ്കിൽ കൊടുത്തു നോക്കിക്കോ. 8 കൊടുത്തു കഴിഞ്ഞാൽ 6 പോയിന്റ് കിട്ടും. പക്ഷെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 പോയിന്റ് ആയി പോകും. അപ്പൊ 6 പോയിന്റ് 7 പോയിന്റ് വരും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഗ്രേറ്റ് ഒരു ഇന്റിജർ വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. അപ്പൊ അവിടെ ഡിസ്കണ്ടിന്യൂസ് ആവും. ഇതിപ്പോ 6 പോയിന്റിനും 6 പോയിന്റിനും ഇടയ്ക്ക് ആയതുകൊണ്ട് അവിടെ ഇടയ്ക്ക് ഇന്റിജർ വരുന്നില്ല, ഡിസ്കണ്ടിന്യൂസ് ആവില്ല. സോ n is equal to 9. അപ്പൊ പിയിൽ നിന്ന് 2വിലേക്ക് പോകണം. പിയിൽ നിന്ന് 2വിലേക്ക്. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ക്യാൻസൽഡ്. P to 2, ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ക്യാൻസൽഡ്. ദെൻ ബി ഓർ ഡി. അതിലേക്ക് വന്നാൽ ഇനി ക്യൂ എടുത്തു നമ്മൾ. അപ്പൊ നമ്മൾ പി യെ കുറിച്ച് ചർച്ച ചെയ്തു. ദെൻ ക്യൂ. ക്യൂവിലേക്ക് വന്നാൽ g of x എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്നു.
the minimum value of n for which this function is an increasing function. G of x is equal to 2n square minus 13n minus 15 into x cube plus 3x function. It's an increasing function. എന്നിന് കൊടുക്കേണ്ട മിനിമം വാല്യൂ എന്താണ് ഇത് ഇൻക്രീസിങ് ആവണമെങ്കിൽ? സി, ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, കാരണം വേരിയബിൾ എക്സ് ആണ്. ഈ ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് 3x² പ്ലസ് 3 കിട്ടും. ദിസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ പോസിറ്റീവ് ആകണം. അപ്പോൾ ഇത് പോസിറ്റീവ് ആയ സ്ഥിതിക്ക് 2n² മൈനസ് 13n മൈനസ് 15 പോസിറ്റീവ് ആകണം. ഞാൻ g' xന്റെ കാര്യമാണ് പറയുന്നത്. This is constant. This constant into derivative of this quantity is always positive. So ഇതോടെ ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതും പോസിറ്റീവ് ആയാൽ മാത്രമേ ഇത് ഇൻക്രീസിങ് ആവുള്ളൂ. ഇത് ഫാക്ടറൈസ് ചെയ്താൽ മതി. പ്രോഡക്റ്റ് 30 minus 30 sum minus 13. So 2n² minus 15n minus 2n minus 15 greater than 0. Minus 2n minus 15n. 2n is taken common. N minus 1 minus 15 is taken common. Minus 15 plus 2n plus n plus 1 greater than 0. So n plus 1 into 2n minus 15 greater than 0. Draw number line. N equal to minus 1, n equal to 15 by 2. N equal to minus 1, n equal to 15 by 2. Plus, minus, plus. The least minimum value of n is a natural number. Here n is a natural number. Minimum value of n is greater than 15 by 2. 15 by 2 is 7.5. Next, natural number is 8. So, n equal to 8. This goes to first option. From Q to 1. Q to 1. So option box is correct. This is also wrong. Option box is correct. Okay. ബാക്കി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ദെൻ ആറിലേക്ക് വന്നു കഴിഞ്ഞാൽ സി ആർ ആറിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് നമ്പർ n വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 5. എന്നിന് കൊടുക്കാവുന്ന നാച്ചുറൽ നമ്പർ അത് 5നേക്കാൾ വലുതായിരിക്കണം. സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3 ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. എക്സ് ഈക്വൽ ടു 3 ലോക്കൽ മിനിമം കിട്ടേണ്ടത്. ഓക്കെ, നമുക്ക് ഈ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒന്നുകിൽ ഡിഫറൻസിയേഷൻ നടത്തി ലോക്കൽ മാക്സിമം മിനിമം തീരുമാനിക്കാം, അതല്ലെങ്കിൽ എക്സ് പ്ലസ് 3 raised to n into x minus 3 raised to n into x square x plus 1 the whole square plus 2 ഇങ്ങനെ കിട്ടും. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. എക്സ് സ്ക്വയർ മൈനസ് 9 എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്നാക്കി. ഇത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഒന്നും ആക്കി. സി, ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ദിസ് ഈസ് പോസിറ്റീവ്. ഇനി 3ൽ ലോക്കൽ മിനിമം വരണം. എക്സ് ഈക്വൽ ടു 3ൽ ലോക്കൽ മിനിമം വരണമെങ്കിൽ സി എക്സ് ഈക്വൽ ടു 3ൽ ലോക്കൽ മിനിമം വരണമെങ്കിൽ ഇപ്പോ എച്ച് ഓഫ് 3 0 കിട്ടുന്നു. 3യുടെ റൈറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ പോകണം, പോസിറ്റീവ് ആയിരിക്കണം. ഇങ്ങനെ പോകണം. ദിസ് ഈസ് ലോക്കൽ മിനിമ അറ്റ് എക്സ് ഈക്വൽ ടു 3. ലോക്കൽ മിനിമം വാല്യൂ കിട്ടുന്നു. അപ്പോ ദിസ് ബിക്കം പോസിറ്റീവ്. ദിസ് ബിക്കം പോസിറ്റീവ് അല്ലെ? ഇത് ഓൾറെഡി പോസിറ്റീവ് വാല്യൂ ആണ്. ഇത് ഓൾറെഡി പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ എക്സിന് ഇങ്ങനെ പോയാലല്ലേ 3ൽ ലോക്കൽ മിനിമം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ ഈ n എന്ന് പറയുന്നത് ഈവൻ ആവണ്ടേ?
n ഒരു ഓഡ് നമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സിന് 2 കൊടുത്തു എന്നിരിക്കട്ടെ, എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആവും. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 - 3 -1 പറ്റും. n ഓഡ് ആണെങ്കിൽ നെഗറ്റീവ് ആവും ആൻസർ. ഓക്കെ. അതേസമയം 4 കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആവും, അപ്പോൾ ഗ്രാഫ് താഴേക്ക് പോകും. അതേസമയം n ഈവൻ ആണെന്നിരിക്കട്ടെ, n ഈവൻ ആണെങ്കിൽ ഇപ്പൊ എക്സിന് 4 കൊടുക്കുമ്പോൾ കിട്ടുന്ന അതേ എക്സിന് 4 കൊടുക്കുമ്പോൾ ഇവിടെ 1 വരും, എക്സിന് 2 കൊടുക്കുമ്പോഴും -1 കിട്ടും. പക്ഷെ പവർ ഈവൻ ആണ്, അപ്പൊ അത് പോസിറ്റീവ് ആവും. അപ്പൊ ഇവിടെ ഏറ്റവും മിനിമം വരും. ഇതിന്റെ റൈറ്റിലുള്ള വാല്യൂ കൊടുത്താലും ലെഫ്റ്റിലുള്ള വാല്യൂ കൊടുത്താലും 3 കൊടുക്കുമ്പോൾ 0 കിട്ടും, അതിനേക്കാൾ വലിയ ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. സോ n ബിക്കം ഈവൻ. n ഈവൻ എന്ന് പറയുമ്പോൾ n വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 5, 5നേക്കാൾ വലുതായിരിക്കണം. 5 കഴിയുമ്പോൾ കിട്ടുന്ന അടുത്ത ഈവൻ എന്ന് പറയുമ്പോൾ 6. സോ R2 4 then S ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് L of x is equal to sigma k is equal to 0 to 4. K ക്ക് 0 കൊടുക്കുമ്പോൾ sin mod x plus cos mod x plus half plus sin mod x minus 1 plus cos x minus half ഇങ്ങനെ പോവാണ്. 0 മുതൽ 4 വരെ കൊടുക്കും. അപ്പൊ നിങ്ങൾക്കറിയാം sin mod x is not differentiable at x equal to 0. x less than 0 വരുമ്പോൾ അത് minus sin x വരും, x greater than 0 വരുമ്പോൾ അത് plus sin x വരും. ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ cos x വരുന്നു, എക്സിന് 0 എടുക്കുമ്പോൾ 1 അല്ലെങ്കിൽ -1 വരുന്നു. ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x equal to 0. ബട്ട് ഈ കോസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമില്ല. സിമെട്രിക്കൽ അബൌട്ട് y ആക്സിസ്, ഇറ്റ്സ് ആൻ ഈവൻ ഫംഗ്ഷൻ. പ്ലസ് എടുത്താലും മൈനസ് എടുത്താലും പ്രശ്നം വരുന്നില്ല. സോ cos is differentiable but sin is not differentiable. This function sin mod x is not differentiable at x equal to 0. This is not differentiable at x equal to 1. Next x equal to 2. Next x equal to 3. Next x equal to 4. കേക്ക് കൊടുത്തു കഴിയുമ്പോൾ 4 വരെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. 0 1 2 3 4 5 5 ഇല്ല കേട്ടോ, 5 വാല്യൂസ്. ഈ 5 വാല്യൂസിൽ ആര് ഡിഫറൻഷ്യബിൾ ആവില്ല? സൈൻ ഡിഫറൻഷ്യബിൾ ആവില്ല. ഓക്കെ, സൈൻ ഡിഫറൻഷ്യബിൾ ആവില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് is not differentiable at x naught. Then number of x naught, എത്ര x naught വരും? 5. സോ എസിൽ നിന്ന് 3ലേക്ക് പോകും, എസിൽ നിന്ന് 3ലേക്ക്, അങ്ങനെ ആൻസറിലേക്ക് എത്തും. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ നമുക്ക് 2 എണ്ണം എളുപ്പമുള്ള ഏതെങ്കിലും 2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ഡിസൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അഡ്വാൻസ് പേപ്പർ 1 ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വെക്ടറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. W എന്ന് പറഞ്ഞ വെക്ടർ തന്നിരിക്കുന്നു. U ആൻഡ് V ആർ 2 വെക്ടേഴ്സ് സച്ച് ദാറ്റ് U ക്രോസ് V ഈക്വൽ ടു W ആൻഡ് V ക്രോസ് W is equal to U. Let alpha, beta, gamma and T are real numbers such that. ആദ്യം തന്നിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, U ക്രോസ് V W ആണ്, V ക്രോസ് W U ആണ്. നമുക്കറിയാം U cross V means U cross V is a vector perpendicular to U and V. അത് W-ന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ W U-വിനും V-ക്കും പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ V ക്രോസ് W is perpendicular to both V and W. അത് U-വിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ VU and WU are perpendicular. ചുരുക്കത്തിൽ ഈ 3 വെക്ടേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. U ഡോട്ട് V, V ഡോട്ട് W, U ഡോട്ട് W എല്ലാം 0 ആയിരിക്കും. 3 വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇനി മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 വെക്ടർ കമ്പയർ ചെയ്താൽ ഇപ്പോൾ U ക്രോസ് V ഈക്വൽ ടു W എന്നും V ക്രോസ് W ഈക്വൽ ടു U എന്നും എന്ന ആ 2 കൺസെപ്റ്റിൽ നിന്ന് നമുക്കിപ്പോൾ യുവിന് പകരം V ക്രോസ് W കൊടുക്കുവാന്നിരിക്കട്ടെ. ഫസ്റ്റ് ഇക്വേഷനിൽ ഈ യുവിന് പകരമായിട്ട് ഈ V ക്രോസ് W കൊടുക്കും. അല്ലെങ്കിൽ
സെക്കൻഡിൽ എവിടെ കൊടുത്താലും കുഴപ്പമില്ല. സെക്കൻഡിൽ ഈ ഡബ്ല്യുവിന് പകരമായിട്ട് യു ക്രോസ് വി കൊടുത്തു. യു ക്രോസ് വി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ക്രോസ് യു ക്രോസ് വി ഈക്വൽ ടു യു എന്ന് വരും അല്ലെ. ഈ ഡബ്ല്യുവിന്റെ പ്ലേസിൽ ഞാൻ യു ക്രോസ് വി കൊടുക്കും. ട്രിപ്പിൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താൽ വി ഡോട്ട് വി ദാറ്റ് ഈസ് മോഡ് വി സ്ക്വയർ ഇൻറ്റു യു മൈനസ് വി ഡോട്ട് യു ഇൻറ്റു വി ഈക്വൽ ടു വെക്ടർ യു. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യുവിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, ഇവിടെ മോഡ് വി സ്ക്വയർ ആണ്. അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് നമുക്ക് കിട്ടും. എന്താണത്? മോഡ് വി സ്ക്വയർ ഈക്വൽ ടു 1 ആൻഡ് വി ഡോട്ട് യു ഈക്വൽ ടു 0. കാരണം ഇവിടെ വിക്ക് കോഎഫിഷ്യന്റ് ഇല്ല റൈറ്റ് സൈഡിൽ. അത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മോഡ് വി സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് തന്നെ പിയിൽ നിന്ന് സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിപ്പോ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോ ചെയ്തത് ഡബ്ല്യുവിന് പകരം യു ക്രോസ് വി കൊടുത്തു. ഇനിയിപ്പോ അതല്ല, നിങ്ങൾ യുവിന് പകരം വി ക്രോസ് ഡബ്ല്യു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡബ്ല്യു തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ യു ക്രോസ് വി ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. യു ക്രോസ് വി ഈക്വൽ ടു ഡബ്ല്യു. അതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ മോഡ് യു മോഡ് വി ഈക്വൽ ടു മോഡ് ഡബ്ല്യു എന്ന് എഴുതാം. നിങ്ങൾ മനസ്സിലാക്കൂ, മോഡ് യു മോഡ് വി സൈൻ 90 വരും. കാരണം യുവും വിയും പെർപെൻഡിക്കുലർ ആണ്, അത് 1 ആയിരിക്കും. മോഡ് യു എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ആണ്. മോഡ് വി 1 എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മോഡ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 4 വരും. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ഈക്വൽ ടു 6. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഒന്ന് ഇതാണ്. മറ്റൊന്ന് മോഡ് വി സ്ക്വയർ 1. ഈ രണ്ട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ. പിന്നെ യു വി ഡബ്ല്യു ഇതെല്ലാം പെർപെൻഡിക്കുലർ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇനി ഇവിടെ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷനാണ്. നമുക്ക് ഡിറ്റർമിനൻസി പഠിക്കുന്നത് പോലെ എക്സ് വൈ സെഡിന്റെ പ്ലേസിൽ ആൽഫ ബീറ്റ ഗാമ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇറ്റ്സ് എ ഹോമോജീനിയസ് ഇക്വേഷൻ ഇൻ 3 വേരിയബിൾ. അടുത്തൊരു പ്രശ്നം, ഇതിനകത്ത് ആൽഫ ബീറ്റ ഗാമ ഇതെല്ലാം 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വെക്ടർ 0 ആയി പോകും. യു വെക്ടർ 0 ആയി കഴിഞ്ഞാൽ ഡബ്ല്യു വെക്ടർ 0 ആവും. അത് പോസിബിൾ അല്ല. അതായത് ഈ ഇക്വേഷന് നോൺ സീറോ സൊല്യൂഷൻസ് ഉണ്ട്. ആൽഫ ബീറ്റ ഗാമയ്ക്ക് നോൺ സീറോ സൊല്യൂഷൻ ഉണ്ട്. സീറോ അല്ലാത്ത സൊല്യൂഷൻ കിട്ടും. സീറോ അല്ലാത്ത സൊല്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും എന്ന് ഹോമോജീനിയസി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ -t 1 1 1 -t 1 1 1 -t ഈക്വൽ ടു 0. ഞാൻ പറയുന്നു, ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ ഇൻ ആൽഫ ബീറ്റ ഗാമയാണ്. ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ആൽഫയും ബീറ്റയും ഗാമയും നോൺ സീറോ വരുന്ന സൊല്യൂഷൻ ഉണ്ടാകും. അത് നോൺ സീറോ വന്നാൽ മാത്രമേ യു നോൺ സീറോ വരുള്ളൂ. യു നോൺ സീറോ ആണെങ്കിലേ ഡബ്ല്യു നോൺ സീറോ ആവുള്ളൂ. അതാണ് കാരണം. ഇതിനകത്ത് നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ R1 gives R1 plus R2 plus R3 ആണെങ്കിൽ 1 plus 1 plus -t. അപ്പൊ 2 -t നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. 1 1 1 1 -t 1 1 1 -t ഈക്വൽ ടു 0. ഞാനിവിടെ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി R1 gives R1 plus R2 plus R3 2 -t ഔട്ട് സൈഡ് എടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പില് 2 -t ഇൻറ്റു
അപ്പൊ ഇത് 0 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് C2 gives C2 minus C1. C2 gives ഫസ്റ്റ് റോ കോളം അതുപോലെ തന്നെ എഴുതി. സെക്കൻഡ് കോളം എങ്ങനെ എഴുതുന്നത്? C2 minus C1. അപ്പോൾ 1 minus 1 0 minus T minus 1 0. C3 gives C3 minus C1 0 0 minus T minus 1 equal to 0. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ T plus 1 the whole square വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 minus T into T plus 1 the whole square is equal to 0. That implies T equal to 2, minus 1. Tക്ക് രണ്ട് വാല്യൂസ് കിട്ടും, 2 എന്നും -1 എന്നും. ഇനി അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. Tക്ക് കിട്ടുന്ന രണ്ട് വാല്യൂസ്, ഒന്ന് 2, മറ്റത് -1. T is equal to -1 കൊടുത്താൽ എന്ത് സംഭവിക്കും? Tക്ക് -1 എന്ന് കൊടുത്താൽ ഈ ഇക്വേഷൻ എല്ലാം സെയിം ആവും. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് Tക്ക് -1 കൊടുക്കുന്നത്, Tക്ക് -1 അല്ലെങ്കിൽ മൈനസ് Tക്ക് 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ കണ്ടീഷൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0 എന്നുള്ളതാണ്. ഏത്? Tക്ക് -1 കൊടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 0. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു ഇക്വേഷനുള്ള ഞാൻ എഴുതുവാണ്. ഇവിടെ തന്നെ ഇപ്പോ W.U0 ആണ്. W.U0 ആണ്. അതിനകത്തുനിന്ന് ഒരു ഇക്വേഷൻ എഴുതും ഞാനത്. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 ഗാമ ഈക്വൽ ടു 0. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഇവിടെ നിന്ന് കിട്ടിയ ഇക്വേഷൻ ആണ്. ഇതെങ്ങനെയാണ്? W.U 0 കാരണം അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതിനകത്തുനിന്നാണ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 ഗാമ ഈക്വൽ ടു 0 എന്ന് കിട്ടിയത്. ഓക്കെ. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ കമ്പയർ ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് 3 ഗാമ ഈക്വൽ ടു 0, ഗാമ ഈക്വൽ ടു 0. ഗാമ ഈക്വൽ ടു 0 നമ്മൾ ഇവിടെ കൊടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 0, ബീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫ. ഓക്കെ. ഇവിടെ നിന്ന് ഗാമ 0 കിട്ടി. ഗാമ 0 എടുത്ത് ഇവിടെ കൊടുത്താൽ ബീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫ. ഈ ആൽഫ ബീറ്റ ഗാമ ഇതിന്റെ മൂന്നിന്റെയും വാല്യൂ എടുത്ത് ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തൂ. ബീറ്റയ്ക്ക് പകരം മൈനസ് ആൽഫ കൊടുക്കുന്നു. അപ്പോ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് 0 ഈക്വൽ ടു 6. ശരിയല്ലേ? ആൽഫ ബീറ്റയ്ക്ക് പകരം മൈനസ് ആൽഫ, ഗാമയ്ക്ക് പകരം 0. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടും ആൽഫ സ്ക്വയർ ഈക്വൽ ടു 3 എന്നും ആൽഫ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3 എന്നും. ആൽഫ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3. അപ്പൊ നമുക്കിനി ക്യൂവും ആറും ചെക്ക് ചെയ്യാം. ക്യൂവും ആറും ചെക്ക് ചെയ്യാം. അപ്പൊ ആൽഫയ്ക്ക് പ്ലസ് ഓർ മൈനസ് √3 കിട്ടി. പിന്നെ ആൽഫയ്ക്ക് പ്ലസ് ഓർ മൈനസ് √3 കിട്ടി. എങ്കിൽ ഗാമ സ്ക്വയർ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഗാമ 0 അല്ലേ? ഗാമ 0 ആണ്. അപ്പൊ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ? ആൽഫയ്ക്ക് √3, ഗാമയ്ക്ക് 0. ഇനി ആൽഫയ്ക്ക് √3 ആണെങ്കിൽ ബീറ്റ പ്ലസ് ഗാമ സ്ക്വയർ എന്തായിരിക്കും? അതും നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാമല്ലോ മക്കളെ. ആൽഫയ്ക്ക് √3, ബീറ്റയ്ക്ക് പകരം എന്താണ്? ബീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫയാണ്. അപ്പൊ ആൽഫ √3 അല്ലേ? അപ്പൊ ഇതും √3 കൊടുക്കാലോ. പ്ലസ് 0 ദി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 3. അപ്പോ 6 നിന്ന് 4 വരും. ഓക്കെ. അപ്പൊ ക്യൂവിൽ നിന്ന് 1, അപ്പോ ഈ ഓപ്ഷൻ കട്ട് ചെയ്തു. P2 Q1, 6 നിന്ന് 4, അതും 2 ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് എസ്സിൽ വരണം. എസ്സിലേക്ക് വരാം. എസ് വന്നാലാണ് ബാക്കി. P2 ആണ്, Q1 ആണ്, R4 ആണ്. അതൊക്കെ ഓക്കെ. എസ് അനുസരിച്ചാണ് ഡിസിഷൻ എടുക്കുന്നത്.
അപ്പൊ എസിന് വേണ്ടിയിട്ട് ടിക്ക് 2 വാല്യൂ കിട്ടിയില്ലേ, ടിയുടെ അടുത്ത വാല്യൂ നമുക്ക് പ്രയോജനപ്പെടുത്താം. അത് എത്രയാണ്? ടി ഈസ് ഈക്വൽ ടു 2. ടിക്ക് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് കൊടുത്തേ, ബീറ്റ പ്ലസ് ഗാമ സീക്വൽ ടു 2 ആൽഫ വരില്ലേ. ടിക്ക് 2 എന്ന് കൊടുത്താൽ ബീറ്റ പ്ലസ് ഗാമ 2 ആൽഫ കിട്ടും. അടുത്തതിനകത്തോ ആൽഫ പ്ലസ് ഗാമ 2 ബീറ്റ വരും. അടുത്തതിലോ ആൽഫ പ്ലസ് ബീറ്റ 2 ഗാമ വരും അല്ലെ. ടിക്ക് 2 എന്ന് കൊടുത്താൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് എ പിയിലാന്ന് പറയാം. ഏതൊക്കെ? എ പ്ലസ് സി ഈക്വൽ ടു 2b. അപ്പോ ബീറ്റ ആൽഫ ഗാമ എ പിയിലാണ്, ആൽഫ ബീറ്റ ഗാമ എ പിയിലാണ്, ആൽഫ ഗാമ ബീറ്റ എ പിയിലാണ്. ഇതെല്ലാം എ പിയിലാവണമെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ആയിരിക്കും. ഇതെല്ലാം എ പിയിലാണെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ആയിരിക്കും. ആ കണ്ടീഷൻ വീണ്ടും കൂടെ കൊടുക്കൂ ഈ ഇക്വേഷനിൽ. അപ്പൊ ആൽഫയും ബീറ്റയും ഗാമയും എല്ലാം ഈക്വൽ ആണെങ്കിൽ 3 ആൽഫ സ്ക്വയർ ഈക്വൽ ടു 6 കിട്ടും അല്ലെ. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ, എല്ലാ ആൽഫ കൊടുത്താൽ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ 3 ആൽഫ സ്ക്വയർ 6 കിട്ടും. അപ്പോൾ ആൽഫ സ്ക്വയർ 2 എന്ന് കിട്ടും. അപ്പൊ ആൽഫ റൂട്ട് 2 കിട്ടും. ആൽഫ റൂട്ട് 2 ആണ്, സമ്മതിച്ചു. ആൽഫ ഈക്വൽ ടു റൂട്ട് 2, ആൽഫ ഈക്വൽ ടു റൂട്ട് 2. ടി പ്ലസ് 3, ടി എത്രയാണ് എടുത്തേക്കണേ? ടി എന്ന് പറയുന്നത് 2. അപ്പൊ 2 പ്ലസ് 3 ദാറ്റ് ഈസ് 5. ആൽഫ റൂട്ട് 2 ടി പ്ലസ് 3 5. അപ്പൊ എസിൽ നിന്ന് 5ലേക്ക് പോട്ടെ. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. വെക്ടറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് സ്റ്റെപ്പ് എഴുതി ചെയ്യണം. ഈസി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, മീഡിയം ടു ടഫ്, മീഡിയം ലെവലിൽ പെടുത്താൻ വേണമെങ്കിൽ അല്ലേ.